السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشاريه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, വുളൂഇന്റെ സുന്നത്ത് ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ ആ സുന്നത്തുകൾ പറഞ്ഞുകൊണ്ടുവരികയാണ്. ഇന്നും കൂടി ഇൻഷാ അല്ലാഹ് വുളൂഇന്റെ സുന്നത്തുകൾ തന്നെ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് തന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് 5 മിനിറ്റ് താമസിച്ചാണ് തുടങ്ങുന്നത് എന്നതുകൊണ്ട് ആമുഖമൊന്നും പറയണില്ല. നേരെ ദർസിലേക്ക് വരികയാണ്. ആലുരാജി അതാ അവിടെ പബ്ലിക്കിൽ അടിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വവിലാഉൻ, തുടരെയാകലും സുന്നത്താക്കപ്പെടും. അപ്പൊ തുടരെയാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പറയുന്നുണ്ട്. യുസന്നു വിലാഉൻ, വാലായുവാലി എന്നതിന്റെ മസ്തറാണ് വിലാ എന്നാണ് പറയുന്നത്. വലാ അല്ല എന്നർത്ഥം. ബൈന അഫ്ആലി വുദൂഇ സലീമീന, നിത്യശുദ്ധിയിൽ നിന്നും രക്ഷപ്പെട്ട അഥവാ നിത്യശുദ്ധി ഇല്ലാത്ത ആളുകളുടെ വുദൂഇന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ മുവാലാത്ത്. അഥവാ അതേ സമയത്ത് കൗലുകൾക്കിടയിൽ മുവാലാത്ത് പ്രത്യേകം സുന്നത്തൊന്നുമില്ല. പ്രവർത്തികൾക്ക് ഫീലുകൾക്കിടയിൽ, അതാണ് അഫ്ആലി വുദൂഇ സലീമിയാണ്. സലീമ് എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധിയിൽ നിന്നും സലാമത്തായ ആളുകൾ. നിത്യശുദ്ധി ഉള്ളവരെ സംബന്ധിച്ച് ഇനി പറയാ വുജൂബാണ് മുവാലാത്ത്. അല്ലാത്ത നിത്യശുദ്ധി ഇല്ലാത്ത സാധാരണ ആളുകളെ വുദൂഇല് മുവാലാത്ത് സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ മുവാലാത്ത്? ഓരോ അവയവത്തെയും ശുദ്ധിയാക്കുന്നതിൽ തുടങ്ങുക. ഖബ്ല ജഫാഫി മാ ഖബ്ലഹു, അതിന്റെ മുമ്പുള്ളത് ഉണങ്ങുന്നതിന് മുമ്പ്. എങ്ങനെ ഉണങ്ങുക? ശരീരപ്രകൃതി മിതമായതാണ്, കാലാവസ്ഥ മിതമായതുമാണ്. എന്ന് പറഞ്ഞാൽ വല്ലാതെ വരൾച്ച മുറക്കുള്ള സമയവുമല്ല, നന്നെ നനവും ഈർപ്പനും ഉള്ള സമയവുമല്ല. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വലിയ ചൂടുള്ള പ്രകൃതിയായിരിക്കും, അതുമല്ല. അപ്പൊ ശരീരപ്രകൃതിയും മിതമായതാണ്, കാലാവസ്ഥയും നല്ല മിതമായ അവസ്ഥയിലുള്ളതാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരവയവം കഴുകിയിട്ട് അത് ഉണങ്ങുന്നതിന് മുമ്പ് അടുത്ത അവയവത്തിൽ പ്രവേശിച്ചാൽ മുവാലാത്തിന്റെ ചുരുങ്ങിയ രൂപമായി. മനസ്സിലായില്ലേ? എന്താ വലാലിക്ക? വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്, പക്ഷെ ഇതാണ് ഇതില് ഏറ്റവും നല്ലത്. അതിന്റെ രൂപം പറയാൻ ചെയ്തതാണ് എങ്ങനെ മുവാലാത്ത് ചെയ്യേണ്ടത്. ഈ മുവാലാത്ത് ചെയ്യുന്ന രൂപം ഈ വുളൂ ചെയ്യുന്ന ആള് പ്രവേശിക്കുക, ശുറൂഅ് ചെയ്യാന്നർത്ഥം. ശുറൂഅ് ചെയ്യാന്ന് പറഞ്ഞാൽ തുടങ്ങാൻ, പ്രവേശിക്കുക, തുടങ്ങാന്നർത്ഥം. എന്തിൽ തുടങ്ങുക? ഫീ തത്ഹീരി കുല്ലി ഉദുവിൻ, ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിക്കുന്നതിൽ തുടങ്ങുക. എപ്പ തുടങ്ങുക? ഖബ്ല ജഫാഫി മാ ഖബ്ലഹു, അതിന്റെ മുമ്പുള്ള അവയവം ഉണങ്ങുന്നതിന് മുമ്പ്. ഉദാഹരണം പറഞ്ഞാല് മുഖം കഴുകി കഴിഞ്ഞൂട്ടിക്കൊള്ളി. മുഖം കഴുകിയിട്ട് രണ്ടാമത് പിന്നെ കൈയാണല്ലോ കഴുകേണ്ടത്. ഈ മുഖം കഴുകി കഴിഞ്ഞിട്ട് കൈ കഴുകാൻ തുടങ്ങുന്നതിന്റെ ഇടക്ക് ഈ നേരത്തെ കഴുകിയ മുഖം
ഉണങ്ങാൻ മാത്രം സമയം താമസിക്കാൻ മതി. എങ്ങനെ ഉണങ്ങാൻ? നല്ല മിതമായ കാലാവസ്ഥയും മിതമായ ശരീരപ്രകൃതിയുമുള്ള ഒരവസ്ഥയിൽ മുഖം ഉണങ്ങുന്നതിന് മുമ്പ് കൈ കഴുകാൻ തുടങ്ങിയാൽ മതി. എന്നാൽ മുവാലാത്ത് കിട്ടും. അതാണ് ഇപ്പം മുവാലാത്തിന്റെ പരിധി. അതിന്റെ അപ്പുറം പോയാൽ മുവാലാത്ത് മുറിയും. അപ്പൊ സുന്നത്ത് പോവും. വുളു സഹിയാവുമെങ്കിലും മുവാലാത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നഷ്ടപ്പെടും. വദാലിക, ഇങ്ങനെ മുവാലാത്ത് വേണം എന്ന് പറഞ്ഞാൽ കാരണം ലിൽ ഇത്തിബായി, ഇത്തിബാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബായി. അവിടുന്ന് വുളു ചെയ്യുന്ന സാധാരണഗതിയിലുള്ള രീതി ഒരു അവയവം കഴുകിക്കഴിഞ്ഞ് താമസിയാതെ തന്നെ അടുത്ത അവയവവും കഴുകുന്ന രീതിയിലാണ് സാധാരണ പതിവായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു ചെയ്യുക. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒരിക്കൽ സൂക്കിൽ വെച്ച് വുളു ചെയ്തു. വുളു ചെയ്ത് കാല് കഴുകലല്ലാത്ത ബാക്കിയൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ പള്ളിയിൽ എത്തിയതിനു ശേഷം പള്ളി പ്രവേശിക്കാൻ സമയമാണ് കാല് കഴുകിയത്. അപ്പൊ അന്നത്തെ മദീനയിലെ സൂക്ക്, ആ സൂക്കിന്ന് വുളു എടുത്തു കഴിഞ്ഞിട്ട് മസ്ജിദ് നബവിയാവുന്ന പള്ളിയിൽ പ്രവേശിക്കാൻ കുറെ സമയമെടുക്കും. അത്ര സമയം കഴിഞ്ഞതിന് ശേഷം ആണ് കാല് കഴുകിയത്. അപ്പൊ അത് വുജൂബില്ലാന്ന് ഇത് മനസ്സിലാവും. എന്നാൽ സാധാരണഗതിയിൽ അങ്ങനെയല്ല, പൂർണ്ണമായി തന്നെ തുടരെയായി ചെയ്യലാണ്. അപ്പൊ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു വരുന്ന പ്രവൃത്തി ഇത്തിബാഅ്, അതുകൊണ്ട് സുന്നത്താണ് എന്നാണ്. എന്നാൽ ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, തുടരെയായിട്ട് മുവാലാത്തോട് കൂടി ചെയ്യണം എന്ന് വുജൂബാണ് എന്ന് പറഞ്ഞ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ശാഫി മദ്ഹബിലെ തന്നെ ഖദീമായ ഖൗല്, അതിലൊക്കെ മുവാലാത്ത് വുജൂബാണ്. ആ വുജൂബ് കൊണ്ട് ഖൗലിന്റെ ഖിലാഫിൽ നിന്നിട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ടും സുന്നത്താ. കാരണം സഹിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പരമാവധി പരിഗണിക്കണം എന്നാ. തെളിവ് പൂർണ്ണമല്ല എന്നതുകൊണ്ടാണ് നമ്മളത് വുജൂബില്ല എന്ന് പറയുന്നത്. എങ്കിലും മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെയും ഖദീമായ ഖൗലിലും അങ്ങനെ വുജൂബാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് തുടരെയായി വുളു നിർവഹിക്കുക എന്നത്. വയജിബു ലിസലിസിൻ, എന്നാൽ ഈ വിലാൽ അഥവാ മുവാലാത്തോടു കൂടി ഒരു അവയവം കഴുകിയാൽ ഉടനെ താമസിയാതെ അടുത്ത അവയവം കഴുകുക, താമസിയാതെ അങ്ങനെ ചെയ്ത് പൂർത്തിയാക്കൽ മുവാലാത്ത് പാലിക്കൽ വുജൂബാണ് ലിസലിസിൻ. നിത്യശുദ്ധിക്കാർക്ക് മൂത്രവാർച്ച എന്ന് പറഞ്ഞ ഒരു ഉദാഹരണ മിസാല. മൂത്രവാർച്ച മാത്രമല്ല, മൂത്രവാർച്ച തുടങ്ങിയ നിത്യശുദ്ധിയുള്ളവർക്ക്, നേരത്തെ പറഞ്ഞ സലീമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ. സലീം എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധിയിൽ നിന്നിട്ട് സലാമത്തായ ആളുകളാണ്. അപ്പൊ അവിടെ സെലിസ് എന്ന് പറഞ്ഞ ഒരു മിസാല് മാത്രമാണെന്ന് മനസ്സിലായി. കാരണം മൂത്രവാർച്ച മാത്രമല്ല, ഒരാൾക്ക് കീവായു വാർച്ച ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ഈ ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് എന്തുണ്ട്, ഈ ഇസ്തിഹാമത്തുണ്ട്, അതൊക്കെ ഹുക്മ് തന്നെ. അപ്പൊ നിത്യശുദ്ധിയുള്ളവര് എന്ന് പറയുമ്പോ അങ്ങനെ ഉണ്ടല്ലോ. സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റിയിട്ട് ചില ആളുകൾ സീസർ വലിക്കുക എന്ന് പറയും. എന്താ, സിഗരറ്റ് പല ബ്രാൻഡിലും ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടില് പണ്ട് പ്രസിദ്ധമായത് സിസർ എന്ന് പറയുന്ന കത്രി അടയാളത്തിൽ ഉള്ള പേരുള്ള സിഗരറ്റ് ആയിരുന്നു. അപ്പൊ അതൊരു ആ ഒപ്പിന്റെ തന്നെ പേരായി മാറിയതുപോലെ സെലിസ് എന്ന് തന്നെ സാധാരണഗതി മൂത്രവാർച്ചയ്ക്കാണ് പറയുന്നതെങ്കിലും നിത്യശുദ്ധിയുള്ളവർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു പൊതുനാമമായിട്ട് അതിനുപയോഗിച്ചുകൊണ്ടാണ് സെലിസ് എന്ന് പറയുന്നത്. അപ്പൊ നിത്യശുദ്ധിയുള്ളവർക്ക് മുവാലാത്ത് വുജൂബ. കാരണം എന്താ, നിത്യശുദ്ധിയുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെ അശുദ്ധി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം കഴിയുന്നത്ര വേഗം ചെയ്താൽ ഈ പുറപ്പെടുന്ന നജസ് തഫീഫ് കിട്ടും, കുറച്ച് ലഘുവായി കിട്ടും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചത് വുജൂബാണ്. അവർ മൂത്രവാർച്ചക്കാരൻ ഒന്നു കൊടുക്കുമ്പോൾ മുങ്കൈ കഴുകി ഉടനെ തന്നെ വായുവെള്ളം കുപ്പിച്ച് മുക്കിൽ കയറ്റി ചീറ്റി ഉടനെ തന്നെ മുഖം കഴുകി ഉടനെ തന്നെ കൈ കഴുകി അങ്ങനെ പോണം. കുറെ കഴിഞ്ഞിട്ട്
ആ മുഖം കഴുകി പിന്നെ കുറെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരങ്ങനെ ഒരുങ്ങുക കയ്യകാൻ. കയ്യകിയിട്ട് മൂപ്പര് എന്തോ സോലിൽപ്പെട്ട് പിന്നെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ആ തല അടക്കാൻ തുടങ്ങണം. അങ്ങനെ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് നിത്യശുദ്ധിക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ഉദു മുറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ നിവൃത്തിയില്ലാത്ത ഒരു രോഗിയായതുകൊണ്ട് അവർക്ക് ഇളവാണ്. ഈ ഇളവ് ഉപയോഗിക്കണമെങ്കിൽ പരമാവധി ഈ അശുദ്ധി കുറക്കാൻ ശ്രമിക്കുക എന്നത് വുജൂബുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ച് അത് വുജൂബ് തന്നെ. പിന്നെ മടമ്പിനെ പ്രത്യേകം സൂക്ഷിക്കുക എന്നാണ് തഅഹൂദിന്റെ അർത്ഥമുള്ളൂ. ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കുക എന്നർത്ഥം. അതായത് നന്നായി ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കഴുകുക. അതുപോലെ തന്നെ മുഖല്ല, അത് നമ്മളെ ആൾക്കാർ പറഞ്ഞാൽ മുഖ് പറഞ്ഞാണ്ട് മൂക്കാകല്ലത്, അതല്ല. മുഖ് അല്ല, മൂക്ക് പറഞ്ഞാൽ എന്താണ്? ഞാൻ തിരിയാതെ പോകണ്ടെന്ന് പറഞ്ഞാൽ മൂക്ക് എന്ന് പറഞ്ഞാല് തൊറഫുൽ ഐൻ അല്ലതി എലിൽ അംഫ, കണ്ണിന്റെ ഒരു തെല്ല് അരുവാണ്. ഏതരു? അല്ലതി എലിൽ അംഫ, മൂക്കിന്റെ അടുത്തുള്ള. എന്നാൽ കണ്ണിന് രണ്ട് തല ഉണ്ടല്ലോ. ഒന്ന് മൂക്കിനോടടുത്ത തലയും മറ്റൊന്ന് തലയോടടുത്ത ബേക്കിലെങ്ങേ തലയും. ഇതിന് പീളക്കുഴി എന്ന് പറയും, മറ്റൊരു വാൽക്കണ്ണ് എന്നും പറയും. അപ്പൊ ഇവിടെ പീളക്കുഴി എന്ന് വേണമെങ്കിൽ അതിന് അർത്ഥം കൊടുക്കുക. ഈ ഇങ്ങനെയുള്ള പീളക്കുഴി, മടമ്പ് പോലത്തതിനെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കൽ എന്ന വാക്കിനർത്ഥമുള്ളെങ്കിലും സൂക്ഷിച്ച് കഴുകൽ എന്ന് നമ്മൾ അതിനർത്ഥം കൊടുക്കും. എന്നാൽ കഴുകല് എല്ലോടും കഴുകണം. കൈകൾ വുജൂബായ സ്ഥലങ്ങളിൽപ്പെട്ടതാണല്ലോ അതൊക്കെ. പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ, അശ്രദ്ധ വന്നു പോയാൽ ചില ഭാഗങ്ങൾ നനയാതിരിക്കാൻ സാധ്യതയുള്ളതായതുകൊണ്ട് തഅഹൂദ് ചെയ്യണം എന്ന്. ആ തഫഖുദുഹു വൽ ഇഅ്തിനാഉ ബിഹി എന്നാണ് അതിന് ശറഹ് കൊടുത്ത് അലുരയിലെ. അപ്പൊ നന്നായി ശ്രദ്ധിക്കുകയും വേണ്ടതുപോലെ നോക്കി ശ്രദ്ധിച്ച് പരിഗണിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ എന്നാൽ ശ്രദ്ധിച്ചു കഴിയുക എന്നാണ് പണ്ട് ഉസ്താദന്മാരതിന് അർത്ഥം പറയാം. മാത്രല്ല, മൂക്ക് മാത്രല്ല, ലഹാദ് എന്ന് പറഞ്ഞാൽ കണ്ണിന് എങ്ങേ തല. ഈ ലഹാദ് എന്ന് പറയുന്നത് അത്വറഫുൽ ആഹറു, കണ്ണിന്റെ മറ്റേ മൂക്കിനോടടുത്ത ഭാഗമല്ല, അതിന്റെ അങ്ങേ ഭാഗം. അതായത് വാൽക്കണ്ണ് എന്നാണ് അതിന് പറയാ, ആ ഭാഗം. അപ്പൊ വാൽക്കണ്ണ്, പീളക്കുഴി, മടമ്പ് പോലുള്ള സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു കഴുകണം എന്ന്. അതൊരു സുന്നത്ത്. എങ്ങനെ സൂക്ഷിച്ചു കഴുകുക? കണ്ണിന്റെ ഭാഗങ്ങൾ സൂക്ഷിച്ചു കഴുകുണ്ടോ? രണ്ട് കണ്ണിന്റെയും അതാത് ഭാഗത്തുള്ള ചൂണ്ടുവിരൽ കൊണ്ട്. അപ്പോ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് വലത്തെ കണ്ണിന്റെ പീളക്കുഴിയും വാൽക്കണ്ണും ഒന്ന് ശ്രദ്ധിച്ച് അവിടെ കൈവിരലെത്തിക്കുക. ഇടത്തെ കണ്ണിന്റെ പീളക്കുഴിയും വാൽക്കണ്ണും ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ടും. അതാ സബ്ബാബത്തെ ശിഖഹിമ എന്ന് പറഞ്ഞ്. അപ്പൊ വലത്തെ കണ്ണിന് വലത്തെ കൈയിന്റെ, ഇടത്തെ കണ്ണിന് ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് നന്നായി ശ്രദ്ധിച്ച് കഴുകുക. മടമ്പ് പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവിടെ വിരലോടല്ല. കാരണം കാലിന്റെ മടമ്പിൽ വരൾച്ച കൂടിയതും വിള്ളലുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് വരൾച്ച കാരണം വെള്ളം നനയാതിരിക്കാനും വിള്ളലിന്റെ അകത്ത് വെള്ളം എത്താതിരിക്കാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് അവിടെ ശ്രദ്ധിച്ചു കഴുകുക. കണ്ണിന്റെ അവിടെ വിരൽ കൊണ്ടൊന്ന് കണ്ണിന്റെ പീളക്കുഴിയും വാൽക്കണ്ണും ഒന്ന് തടയിക്കൊടുക്കുക. എന്നാൽ ഈ വാൽക്കണ്ണും പീളക്കുഴിയും പ്രത്യേകം ശ്രദ്ധിച്ചു കഴിയൽ സുന്നത്താണെന്ന് പറയുന്ന സ്ഥലം ഇല്ലം യകും ഫീഹിമ, ഈ വാൽക്കണ്ണിലും പീളക്കുഴിയിലും ഇല്ലാതിരുന്നാലാണ്
റമസുൻ കണ്ണിന്റെ പീള എന്നാണ് ഞങ്ങൾ കിശിരിക്കാര് പറയാ. ചിലർ ഇച്ചി എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും മതി, മനസ്സിലായില്ലേ? ഞങ്ങൾ മലപ്പുറത്തേച്ചിയല്ല. കണ്ണിനെ ഇച്ചി എന്ന് പറഞ്ഞാൽ അത് തിരിയണവർക്ക് തിരിയും. ഞങ്ങള് കീശിരിക്കും ഒക്കെ കണ്ണിന്റെ പീള എന്ന് അറിയണം, എന്നാലാ തിരിയ. ഇനി അതൊന്നും അല്ലാത്ത വേറെ വല്ല പേരും ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ ഓർക്ക് തിരിഞ്ഞാ മതി. അതാ പീള എന്നാണ് അത്ര ആലുരാജിന്റെ അവിടെയും പറയാം. ആയിക്കോട്ടെ, കണ്ണിലെച്ചി എന്ന് പറയുന്ന ടീമുണ്ട്, അത് ഓര് പറയാം എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ഈ സാധനം ഉണ്ടെങ്കിലാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. ഇല്ല എങ്ങനത്തെ ഉസൂലൽ മായി വെള്ളം ചേരുന്നതിനെ തടയുന്ന നിലക്കുള്ള റമസ് ഇലാ മഹല്ലിഹി ആ പീള ഉള്ള നിൽക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന തരത്തിലുള്ള പീള ഇല്ലാതിരിക്കുമ്പോഴാണ് അത് സൂക്ഷിച്ചു കഴിയൽ സുന്നത്ത് എന്ന് പറഞ്ഞത്. ഇല്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വെള്ളം ചേരുന്നതിന് തടസ്സമാകുമാറുള്ള കണ്ണിലെ പീള രണ്ട് ഭാഗത്തുമോ അല്ലെങ്കിൽ രണ്ടാമത് ഭാഗത്തോ ഉണ്ടെങ്കിലോ ഫതഅഹുദുഹുമാ വാജിബുൻ. അങ്ങനെ വരുമ്പോൾ കണ്ണിന്റെ പീള പോകാൻ വേണ്ടിയിട്ട് ഈ രണ്ടും പീളക്കുഴിയും വാൽക്കണ്ണും പ്രത്യേകം വിരൽ ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷിച്ചു കയ്യിൽ ഉജൂബാവും. അതവിടെ പറഞ്ഞു കമാഫിൽ മജ്മു. കണ്ണിന്റെ ഉള്ളിൽ കയ്യിൽ ഉജൂബില്ല, സുന്നത്തും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. കണ്ണിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന പരിചയപ്പെട്ട സ്ഥലമല്ല പീളക്കുഴി എന്നതും വാൽക്കണ്ണ് എന്നതും. അതന്നെ പീള തന്നെ ശരിയാ. ഇനി വേറെ ആരെങ്കിലും ചീ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ചീ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സാധനം അതന്നെ അന്ന് തിരിഞ്ഞാ മതി. മജ്മുഇൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന നിരക്കുള്ള പീള ഉണ്ടെങ്കിൽ അവിടെ വിരല് കൊണ്ടിട്ട് അത് തടകി സൂക്ഷിച്ചു കഴുകൽ വുജൂബ് തന്നെയാവും. അല്ലെങ്കിലാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു സൂക്ഷ്മതക്ക് വേണ്ടിയിട്ടാവുമ്പോഴാണ് സുന്നത്ത്. അല്ലാഞ്ഞാൽ വെള്ളം ചേരാത്ത അവസ്ഥയാണെങ്കിൽ വുജൂബ്. ഇപ്പൊ കണ്ണിന്റെ ഉള്ളല്ല ഈ പറഞ്ഞത് രണ്ടും. വലായുസന്നോ സുന്നത്താക്കപ്പെടൂല വസ്ലു ബാത്തിനിൽ ഐനി കണ്ണിന്റെ അകം കണ്ണിന്റെ ഉൾഭാഗം കഴുകൽ സുന്നത്താക്കപ്പെടുകയില്ല. കണ്ണിന്റെ പീളക്കുഴി വാൽക്കണ്ണ് എന്നിവ സൂക്ഷിച്ച് കഴുകണമെന്നും അത് സുന്നത്താണെന്നും ചിലപ്പോൾ വെള്ളം ചേരാൻ പ്രയാസമാവുന്ന തരത്തിൽ അഴുക്കുണ്ടെങ്കിൽ അതിനെ നീക്കുന്ന നിലക്ക് സൂക്ഷിച്ച് കഴുകൽ ഉജൂബാണെന്നും പറഞ്ഞതിൽ നിന്നിട്ട് കണ്ണും കഴുകണം എന്നാരും ധരിക്കണ്ട. കണ്ണിന്റെ ഉള്ളിൽ കഴുകൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല ബൽക്കാലഭാഗവും ചില ഇമാമികൾ പറയുക തന്നെ ചെയ്തിട്ടുണ്ട് യുക്റഹൂന്ന്. കണ്ണിന്റെ ഉള്ളിൽ ഒരാള് സൂക്ഷ്മത മൂത്തിട്ട്, അങ്ങനെ ഉണ്ടല്ലോ ചില തൂമ്പുക്കതിരി വരുന്ന സൂക്ഷ്മത, അങ്ങനെ സൂക്ഷ്മത മൂത്തിട്ട് എന്താ കഴിയുന്നത്, കണ്ണിന്റെ ഉള്ളിക്ക് വെള്ളം പാരുകയാണ്. അത് കറാഹത്ത് തന്നെ വരും. കാരണം അതിൽ കൊണ്ട് പല പ്രയാസങ്ങളും വിഷമങ്ങളും വരാൻ സാധ്യതയുണ്ട്. കണ്ണ് നിറ അത്രയും ലോലമായ അവയവ, അതിലേക്ക് ഇങ്ങനെയുള്ള ഈ വെള്ളമൊക്കെ പാടമൊക്കെ പാർന്ന് പ്രശ്നമാക്കിയാല് ചിലപ്പോ അധികം കൊടുക്കാൻ കണ്ണ് ബാക്കി ഉണ്ടായില്ല തരും. അതുകൊണ്ട് അത് കറാത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും അല്ല, ചില ഇമാമിയങ്ങൾ. നമ്മളിപ്പോ കറാത്താന്നൊന്നും മുഴത്തമതാക്കിയിട്ടില്ല, എങ്കിൽ പോലും സുന്നത്തില്ല എന്നത് തന്നെയാണ് മുഴത്തമത്. അപ്പൊ പിന്നെ ഇഷ്കാല് കണ്ണിന്റെ ഉള്ളിൽ കഴുകൽ സുന്നത്തില്ല എന്ന് പറഞ്ഞല്ലോ, എന്നാൽ നജസായാൽ കണ്ണ് കഴുകണല്ലോ. അത് വേറെ മസലാണ്. വൈന്നമായോസലു എന്നാൽ കണ്ണിന്റെ അകം കഴുകപ്പെടുന്നത് ഇതാ തനജസ കണ്ണിനകത്ത് നജസായ വല്ല വസ്തുവും കണ്ണിലായി. അങ്ങനെ കണ്ണിൽ നജസായാൽ ആ കണ്ണ് കഴുകണം എന്നാണ് മസല. അതിന് കാരണം നജസിന്റെ കാര്യം വളരെ ഗൗരവമാ. അതുകൊണ്ട് വുദു ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും കണ്ണിന്റെ ഉള്ളു കഴുകൽ സുന്നത്തില്ലെങ്കിലും കണ്ണിനകത്ത് നജസായാൽ ആ നജസിനെ കഴുകൽ നിർബന്ധമാവുന്നു. അതിന്റെ കാരണം അത് വളരെ ഗൗരവമുള്ള വിഷയമായത് കൊണ്ട് നജസ് തന്നെയല്ല, അപൂർവ സംഭവമാണല്ലോ. കണ്ണിനകത്ത് നജസാകുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന നിലക്കുള്ള ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുമില്ല. അതിന്റെ പുറമെ
നജസ്സിന്റെ പ്രശ്നം കുറച്ച് ഗൗരവമാണ്, അതുകൊണ്ട് അത് നീക്കണം എന്ന നിലക്ക് കണ്ണിന്റെ അകത്ത് നജസ്സായാൽ അത് ശുദ്ധിയാക്കണം എന്ന് പറയും. പക്ഷേ എപ്പോഴും വേണ്ടി വരുന്നതും വുദൂഇന്റെ വിഷയം പരമാവധി ഇളവുള്ളതും ആയതുകൊണ്ട് കണ്ണിന്റെ അകം കഴുകേണ്ട ആവശ്യം ഇല്ല. ആട്ടെ, വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിടലും സുന്നത്താക്കപ്പെടും. ഫീ കുല്ലി വുദൂഇഹി, അവന്റെ വുദൂഇൽ മുഴുക്കെ എന്ന് പറഞ്ഞാൽ വുദൂ തുടങ്ങിയോടെ മുതൽ അത് കഴിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള ദിക്ർ ദുആയിൽ വരെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആ വരെ ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കൽ സുന്നത്താക്കപ്പെടും. വതർക്കു തകല്ലുമിൻ, സംസാരിക്കലിനെ ഉപേക്ഷിക്കലും സുന്നത്താക്കപ്പെടും. ഫീ അസ്നാഇ വുദൂഇഹി, വുദൂഇനിടയിൽ ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കൽ ഉപേക്ഷിക്കൽ അതൊരു സുന്നത്ത. എങ്ങനെ സംസാരിക്കുമ്പോൾ ബിലാഹാജത്തിൻ, പ്രത്യേകം ആവശ്യമില്ലാതെ ഇങ്ങനെ കളകളാ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നമ്മക്കൊക്കെ വേറെന്താ പണി? ഇതിന് അല്ലാഹു തആല 2 മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവരിത് രേഖപ്പെടുത്തുമെന്നും നാളെ മഹ്ശറിൽ ഇതൊക്കെ വായിക്കേണ്ടി വരും എന്നുള്ളതൊന്നും ചിന്തയും വിചാരമൊന്നും ഞമ്മക്കില്ല. തൊള്ളകളി എല്ലില്ലാത്ത അവയാണല്ലോ നാവ്. അതുകൊണ്ട് ഇങ്ങനെ നാവിട്ടടിച്ച് എന്തും പറയാ എന്നൊരവസ്ഥയാണ് നമ്മളുടെ. അല്ലാഹു തആല കാക്കട്ടെ. ഏതായാലും അങ്ങനെയുള്ള സംസാരം പാടില്ല, ആ ഒഴിവാക്കൽ സുന്നത്താണ്. എന്നാൽ ആവശ്യമുള്ള വല്ല കാര്യമാണെങ്കിലോ, ഉദാഹരണം ഒരാൾ വുദൂ എടുക്കാൻ അറിയാത്ത ഒരാളാണ്, അയാൾ അറിവില്ലാത്തതിന്റെ മേൽ തെറ്റ് വരുത്തുന്നത് കണ്ടാൽ അത് തിരുത്തി കൊടുക്കണം. അപ്പൊ ഞാൻ വുദൂ എടുക്കുകയാണ്, വുദൂ എടുക്കുന്നതിന്റെ ഇടയിൽ മിണ്ടാതിരിക്കൽ സുന്നത്താണ് എന്ന് അവിടെ പറയില്ല. അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചീത്തയെ തൊട്ട് വിരോധിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അപകടത്തെ തൊട്ട് മുന്നറിയിപ്പ് നൽകുകയാണ്, ഇങ്ങനെയൊക്കെ ആവശ്യമുള്ളത് പറയാ. അല്ലെങ്കിൽ വുദൂ എടുക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കഴിഞ്ഞുപോയി, അപ്പം പെണ്ണുങ്ങളെ ഒഴിച്ചു കാണ്ട് ആ മോട്ടോർ നശിച്ചിട്ടാന്ന് പറഞ്ഞു, അതിലൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഹാജത്താ, അതുകൊണ്ട് സുന്നത്ത് നഷ്ടപ്പെടില്ല. ഇങ്ങനെ ഹാജത്ത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അല്ലാതെ വെറുതെ സംസാരിക്കൽ ഉപേക്ഷിക്കുക എന്നതൊരു സുന്നത്താണ്. എന്നാൽ എന്തുകൊണ്ടൊഴിച്ച് അതൊന്നും കുഴപ്പമില്ല. വുദൂഇന്റെ ഇടയിൽ നിങ്ങൾ അങ്ങനെ ദിക്ർ ചൊല്ലിക്കോളി, അപ്പൊ സംസാരിക്കാതിരിക്കൽ സുന്നത്താണല്ലോ എന്ന് പറയുന്നത് അതിനത് ബാധിക്കുന്നില്ല. പിന്നെ ഒരു ഇസ്കാല്, അപ്പൊ ഒരാളിങ്ങനെ വുദൂ എടുക്കുക, അപ്പൊ വേറൊരാൾ കയറിയെന്ന്, എന്നാ അയാൾക്ക് സലാം പറയാൻ പറ്റുമോ, അയാളോട് സലാം പറയാൻ പറ്റുമോ, പറഞ്ഞാൽ മറക്കണോ എന്ന്. വലാ യുക്റഹു, കറാഹത്താക്കപ്പെടുകയില്ല. സലാമുൻ അലൈഹി, വുദൂ ചെയ്യുന്നവരുടെ മേൽ സലാം പറയൽ. ഒരാൾ വുദൂ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ വേറെ ആൾ കയറി വന്നു, ഈ കയറി വരുന്ന ആള് ഈ വുദൂ ചെയ്യുന്ന ആളോട് സലാം പറയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, വേണമെങ്കിൽ പറയാ. ഇനി മാത്രമല്ല, വലാ മിൻഹു, ഈ വുദൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ കാണുന്നു, കണ്ടപ്പോ അയാളോട് അങ്ങോട്ട് സലാം ചൊല്ലി, അതുകൊണ്ടും കറാഹത്തില്ല, കാരണം അതൊന്നും ദുന്യവിയായ കലാമല്ല. വലാ റദ്ദുഹു, അതുപോലെ തന്നെ ഈ വുദൂ ചെയ്യുന്ന വ്യക്തി മറ്റൊരാൾ കയറി വന്ന് സലാം പറഞ്ഞു, ആ സലാം പറഞ്ഞാൽ മടക്കുന്നതിനും കുഴപ്പമില്ല. هل يشرع السلام على المشتغل بالوضوء وليس له الرد أو لا؟ فأجاب بأن الله أنه يشرع السلام عليه ويجب عليه الرد എന്ന് ഇമാം റംലി റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സലാം പറയൽ സുന്നത്തുണ്ട്, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാ മടക്കൽ ഉജൂബുമാണ്. ഇവന് വേണമെങ്കിൽ അങ്ങോട്ട് പറയുകയും ചെയ്യാം, ഇവൻ പറഞ്ഞാൽ മറ്റവർക്കും മടക്കൽ ഉജൂബാണ് എന്ന്. അപ്പൊ അതൊക്കെ എന്താണ്, ഈ സംസാരം എന്ന് പറഞ്ഞ പരിധിയിൽപ്പെട്ടതല്ല, അതൊക്കെ ദിക്റിന്റെ പരിധിയിലും ദുആഇന്റെ പരിധിയിലും പെട്ടതായതുകൊണ്ട് വുദൂ ചെയ്യുന്നവനോട് സലാം പറയുകയോ അവൻ പറയുകയോ പറഞ്ഞാ മടക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി വതർക്കു തൻശീഫിൻ, തോർത്തലിനെ ഉപേക്ഷിക്കുക, അതും സുന്നത്താണ്. ഉദ്റില്ലാത്ത സാഹചര്യത്തിൽ, ഉദ്റുണ്ടെങ്കിൽ തോർത്തലിന് കുഴപ്പമൊന്നുമില്ല. ഒരാള് ജനാബത്തുള്ളി ഒഴിച്ചു, അതല്ലെങ്കിൽ സുന്നത്തായ ജുമാന്റെ കുളിച്ചു, അല്ലെങ്കിൽ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് കുളിച്ചു, അല്ലെങ്കിൽ വുദൂ ചെയ്തു. എന്നാൽ ഈ ഫർളോ സുന്നത്തോ ആയ ഇബാദത്തിൽ ഉപയോഗിച്ച വെള്ളം, ഇബാദത്തിൽ അസറ, അത് തോർത്തിക്കളയാതിരിക്കൽ നല്ലതാണ്. പക്ഷെ ജലദോഷം പിടിക്കുമെന്ന് കണ്ട്, അല്ലെങ്കിൽ കഠിനമായ തണുപ്പിന്റെ കാലമാണ്, ഇങ്ങനെ എന്തെങ്കിലും ഉദ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഉദ്റില്ലാത്ത സാഹചര്യത്തിൽ
എന്ത് ചെയ്യാം? വതർക്കു അണ്ട് വാവന്റെ അപ്പുറത്ത് വാവപ്പുറത്തേപ്പെട്ട വതർക്കു തകല്ലുമിൻ എന്ന് പറഞ്ഞോട്ട് വതർക്കു തൻസീഫിൻ ബിൽഇത്തിബാഇ. ഇത്തിബാ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്തപ്പോ തോർത്താൻ വേണ്ടിയിട്ട് ടവൽ കൊണ്ട് കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിക്കാതെ എങ്ങനെ പോയി? അതുപോലെ തന്നെ ഒരിക്കൽ കുളിച്ചു വരുമ്പോ തോർത്താൻ വേണ്ടി ടവൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ചിലർ കൊടുത്തപ്പോൾ അത് വാങ്ങാതെ പോയി. എന്നാൽ ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോർത്തിയതായി ഹദീസിൽ കാണാം. അത് ഇങ്ങനെയുള്ള പ്രത്യേക ഇതിലുള്ള സമയത്താണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. ഇല്ലെങ്കിൽ അത് തോർത്താതിരിക്കൽ ആണ് സുന്നത്ത്. ഇനി വശഹാദതാനി അഖിബഹു അൽ വുദൂഇ, വുദൂ എടുത്തു കഴിഞ്ഞ ഉടനെ 2 ഷഹാദത്ത് കലിമ ചൊല്ലലും സുന്നത്താക്കപ്പെടും. ഇന്ന് ഏകദേശം ഒരു 90% നഷ്ടപ്പെട്ടു പോയ ഒരു സുന്നത്താണത്. വലിയ പുണ്യം പറഞ്ഞ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് അധികം കാണൂല. സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ട ഇത്ര കൂടുതൽ പുണ്യം പറഞ്ഞ്, പക്ഷെ ആളുകൾ അത് അവഗണിച്ച് കളയാണ്. ബിഹൈ എങ്ങനെ ഉടനെ എന്നല്ല, ബിഹൈസു ലായത്തൂലു ഫാസിലുൻ അൻഹു, ഈ വുദൂഇനെയും വിട്ട് ഇടവേള ദീർഘിക്കാത്ത നിലക്ക് എത്രയാണ് ഉറുഫൻ, അതൊക്കെ നാട്ടു നടപ്പാണ് കണക്കാക്കേണ്ടത്. ദീർഘിച്ചു എന്ന് ഇല്ല, ദീർഘിച്ചിട്ടില്ല എന്നൊക്കെ ഉറുഫിൽ പറയാൻ പറ്റുന്ന നിലക്ക് വുദൂ കഴിഞ്ഞ് ദ്വാരക്കുന്നതിന്റെ ഇടയിൽ ഉറുഫൻ നിലക്ക് അധികമായ ഇടവേള ഇല്ലാത്ത സാഹചര്യത്തിൽ ഒക്കെ ഈ ദുആ സുന്നത്താണ്. ഫയഖൂലു, ആ വുദൂ ചെയ്തവൻ പറയണം, മുസ്തഖ്ബിലൻ ലിൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് പറയണം. രണ്ടും രണ്ടാട്ടാ. ദ്വാരക്കുക എന്ന് പറയുന്നത് സ്വന്തം ഒരു സുന്നത്താണ്. ഖിബ്ലക്ക് മുന്നിൽ കൊട്ടുകൊണ്ടായിരിക്കുക എന്നത് മറ്റൊരു സുന്നത്തുമാണ്. രണ്ടും കൂടി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നെടുക്കുക. ഖിബ്ലക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് ദ്വാരക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. 2 സുന്നത്ത് കിട്ടും. ഒരാൾക്ക് അതിന് സമയം കിട്ടൂല. എന്നാ അങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങനെ ദ്വാരത്തുകൊണ്ട് പോയാൽ മതി. എന്നാലെന്ത് കിട്ടി? ദ്വാരണ സുന്നത്ത് എന്നാലും കിട്ടും. ഖിബ്ലക്ക് മുന്നിട്ട് എന്നുള്ള സുന്നത്തേ പോവുള്ളൂ. പറ്റ ഒഴിവാക്കുന്നതിനേക്കാൾ ലായുറക്ക് പുല്ലുഹു എന്നൊരു തത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ മുഴുവൻ ചെയ്യാൻ കഴിയാത്ത മുഴുവൻ ഒഴിക്കേണ്ടതില്ല, കയ്യണ ചെയ്യാൻ അർത്ഥം. അപ്പോ ഖിബ്ലക്ക് മുന്നിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് സൗകര്യപ്പെടുന്നില്ലെങ്കിൽ ഖിബ്ലക്ക് മുന്നിടാതെ ചെയ്താലും ദ്വാരണ സുന്നത്ത് കിട്ടും. അതുപോലെ തന്നെ റാഫിഅൻ യദൈഹി, 2 കൈകളെയും ഉയർത്തിയവനായ നിലക്കും, വബസറഹു, കണ്ണിനെയും ഉയർത്തിയവനായ നിലക്കും. എങ്ങോട്ടില സമായി, ആകാശത്തിലേക്ക്. അപ്പൊ പട്ടമഹാബികൾ പറയും, കണ്ടോ അല്ലാഹു തആല ആകാശത്താന്നുള്ളതിന് തെളിവിഞ്ഞ് വേറെ കൊടുക്കാൻ പോണ്ട്. കൈ ഉയർത്തുന്നത് ആകാശത്തേക്ക്, കണ്ണുയർത്തുന്നത് ആകാശത്തേക്ക്. അള്ളാഹിനോടല്ലേ ദ്വാരക്കണ. അപ്പൊ അള്ളാഹ് ആകാശത്തിൽ ഇങ്ങനെ കുത്തിരിക്കുക എന്നുള്ളതിന് വേറെ തെളിവ് വേണ്ട. എന്നാ പൊട്ടം സാധുവോ നിസ്കരിക്കാൻ നിൽക്കുന്ന ഖിബ്ലക്ക് മുന്നിട്ടല്ലേ? എന്നാ അള്ളാഹു തആല ഖിബ്ലയിലാന്ന് പറയണ്ടേ? നിസ്കാരത്തിന്റെ ഖിബ്ല മക്കാ ഷരീഫിലെ കഅബ ആയതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ കഅബയിലേക്ക് മുന്നിടുന്നത് പോലെ ദുആഇന്റെ ഖിബ്ല ആകാശമായതുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് കയ്യും കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തണം എന്നാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞത്. അതായത് ഖിബ്ലത്തു സ്വലാ, നിസ്കരിക്കാനുള്ള ഖിബ്ല മക്കാ ഷരീഫിലെ കഅബ ഷരീഫാണ്. എന്നാൽ ദുആന്റെ ഖിബ്ല ആകാശാണ്. അതുകൊണ്ടാണ് കൈ ആകാശത്തിലേക്ക് ഉയർത്തുന്നത്. അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും? അള്ളാഹ് അവിടെ ആയതുകൊണ്ടാണ് ഉയർത്തുന്നത് പറഞ്ഞാൽ അള്ളാഹ് കഅബത്തിലായതുകൊണ്ടാണ് കഅബത്തേക്ക് മുന്നിടുന്നത് എന്നും പറയേണ്ടി വരും. ഇത് പറയാൻ പറ്റൂല എന്നും മറ്റേ പറയാൻ പറ്റും എന്ന് പറയണ ഇരട്ടത്താപ്പ. ഈ കൂട്ടത്തിലാണ് പറഞ്ഞു അത്തരം. കാരണം അങ്ങനെയുണ്ടല്ല ചില സാധുക്കൾ അവിടാടൊക്കെ ഇങ്ങനെ കുറെ ജിന്നും മിൻസും മലായിക്കത്തും ഒക്കെ ആയിട്ട് വേറിരുന്നെങ്കിലും ഇനിയും അവിടാടെ അതിന്റെ അല്ലറച്ചില്ലറയ്ക്ക് അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടല്ലോ. അപ്പൊ ആ ഇടക്കൊന്ന് ഉണർത്തുന്നത് നല്ലതല്ലേ? ആ നിലക്കാണ്ട് പറഞ്ഞു മാത്രം. അങ്ങനെ ചില പൊട്ടന്മാര് പറയലുണ്ട്. ഇതിനിടക്ക് ഒരു കുത്തയ്യബ് എന്ന് പറയുന്നവരെ ലഘുലേഖയിൽ അങ്ങനെ കണ്ടും ചെയ്ത് അല്ലാഹു തആല ആകാശത്താണുള്ളതിന് തെളിവായിട്ട് പറഞ്ഞത്. ദ്വാരക്കണ സമയത്ത് എന്താ ചെയ്യുന്നത്? മേപ്പോട്ട് കണ്ണും കയ്യും ഉയർത്തുന്നു. അതൊന്നല്ല രസം. വേറെ തെളിവ് പറഞ്ഞ സാധു പൊട്ടന്മാര്. അതായത് വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് മരുപ്രദേശങ്ങളിലുള്ള ചില വണ്ടുകളുണ്ട്. ആ വണ്ടുകൾ
കൈകാലുകൾ ഉയർത്തി മലർന്നിങ്ങനെ കിടക്കൂന്ന്. എന്നിട്ട് മൂപ്പതിനെ ഇരുത്തിയാൽ ചെയ്യാ, കണ്ടോ വെള്ളമില്ലാത്ത സമയത്ത് ഈ വണ്ട് മലർന്ന് കിടന്ന് കൈകാലുകൾ മേൽപോട്ട് ഉയർത്തുന്നു. അപ്പം മരുപ്രദേശത്തുള്ള വണ്ട് പ്രാണികൾക്ക് പോലും അല്ലാഹു തആല ആകാശത്തിലാണെന്ന് അറിയാതെ. എന്താ കാട്ട എന്നാ ആ കണക്കിന് എന്നാ നിസ്കരിക്കുമ്പോ നാ മലർന്ന് മേപ്പെട്ടല്ലേ നിസ്കരിക്കേണ്ടത്, അള്ളാഹ്ക്കല്ലേ നിസ്കരിക്കണം. അതേതായാലും അങ്ങനല്ലേ, മുസല്ലീൽ ഇല്ല എന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു തആലക്ക് വേണ്ടിയല്ലേ നിസ്കരിക്കണത്. എന്നാൽ നല്ല 1-ാം നമ്പർ മലർന്ന് മേപ്പെട്ടല്ലേ നിസ്കരിക്കേണ്ടത്, അള്ളാഹ് അവിടെ അല്ലേ ഉള്ള ഹബീബെ. അങ്ങനെയല്ല, ഓരോന്നിനും ചില ഖിബലകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ ഖിബലന്റെ കൂട്ടത്തിൽ ദ്വാരക്കാനുള്ള ഖിബല ആകാശാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ റഹ്മത്ത് ഇറങ്ങുന്നത് ആകാശലോകത്തിൽ നിന്നാ. അതുകൊണ്ട് ആ റഹ്മത്തിന്റെ കവാടം തുറക്കപ്പെടാൻ വേണ്ടി ഖിബലയായി ആകാശത്തിലേക്ക് കൈയുയർത്താനും സൗകര്യപ്പെടുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ കണ്ണുയർത്താനും നിർദ്ദേശിക്കാൻ കാരണം ഖിബല കൊള്ളമുന്നിടുക എന്ന ലക്ഷ്യമാണ്. അട്ടെ, ഇപ്പൊ കണ്ണുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കാണാനൊന്നുമല്ല. ഈ ദ്വാരക്കണ ആള് കണ്ണ് കാണാത്ത കുരുടനാണെങ്കിലും കണ്ണ് മേപ്പോട്ട് ഉയർത്തണം എന്ന് പറഞ്ഞാൽ അവിടെ കാണാനല്ല, ഖിബലയിലേക്ക് തിരിയാ എന്നേ അതിനർത്ഥമുള്ളൂ. എന്നിട്ട് എന്താണ് ഷഹാദത്ത് തന്നെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതാണ് ഷഹാദത്താലി. അതെങ്കിലും ചുരുക്കി ചൊല്ലിക്കൂടെ? ഏറ്റവും മോക്കതായത് അതാണ്. അതെങ്കിലും ചൊല്ലുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. അതിന് എത്ര കുറഞ്ഞ സമയം മതി? എന്തുകൊണ്ട് അങ്ങനെ ഷഹാദത്ത് കലിമ സുന്നത്താണെന്ന് പറയാൻ കാരണം, ലിമാ റവാ മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിവായത്ത് ചെയ്ത ഒരു ഹദീസിന് വേണ്ടി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്. എന്താണ് ഹദീസ്? മൻ തവല്ലഅ, ഏതെങ്കിലും ഒരു വ്യക്തി വുദൂ നിർവഹിച്ചു, ഫഖാല, അനന്തരം അവൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ഒരാള് പറഞ്ഞാൽ, ഫുതിഹതു ലഹു, അവന് വേണ്ടി, അവനെ സ്വീകരിക്കാൻ വേണ്ടി തുറക്കപ്പെടും അബ്വാബുൽ ജന്നത്തി സമയ, സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളും അവന് തുറക്കപ്പെടും. യദ്ഖുലു മിൻ അപ്പോൾ ഏതിലൂടെങ്കിൽ അവന് പ്രവേശിക്കാം. മനസ്സിലായില്ല? അല്ല, മനസ്സിലാക്കേണ്ട വിഷയമാണ്. സ്വർഗത്തിന് 8 വാതിലാ. ഈ 8 വാതില് പെട്ട ഓരോ വിഭാഗത്തിന് പ്രത്യേകം പ്രത്യേകം ഓരോ വാതിലുകളാണുള്ളത്. എന്നാൽ വുദൂ അനന്തരം ഈ ഷഹാദത്ത് കലിമ പതിവാക്കിയ വ്യക്തിയുടെ മുൻപിൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പോ അതിലിപ്പോ എന്ത് പോരിശുള്ളത്? ഒരാൾ അങ്ങനെ ചിന്തിക്കുക. അതായത് പിന്നെ ഈ അതിൽപ്പെട്ട 8 ഏതിലാ ഇവന്റെ ഉദ്ദേശം? ഒരു താല്പര്യം തോന്നുന്നത് ഈ കൂടി വേണമെങ്കിൽ കിടക്കുക. ഒരു മനുഷ്യനല്ലേ, അല്ലാതെ 8 കൂടി കിടക്കുകയല്ല. 8 കൂടിയും കിടക്കാൻ കഴിയൂലല്ലോ. അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിലൂടെ തന്നെ കിടക്കുള്ളൂ. ഒരു വാതിലൂടെ വിളിക്കപ്പെടുന്നവനും സ്വർഗത്ത് കിടക്കുക ഒരു വാതിലൂടെയാണ്. 8 വാതിലും തുറക്കപ്പെട്ടവനും കിടക്കുമെന്ന് കൂടെ തന്നെ ഇവന് ഇഷ്ടമുള്ളതിൽ കിടക്കുക. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങള് കല്യാണത്തിന് പോയി വെക്കണ്ടി, ഞാൻ നീട്ടി പറഞ്ഞ സമയം നേളൂ. കല്യാണത്തിന് പോയാല് സാധാരണ നമ്മളൊക്കെ ചെന്നാല് പെരയപ്പെട്ട ഒന്നിരിക്കൽ പെരയത്തെ കാരണോല്, അതല്ലെങ്കിൽ വീട്ടുകാരൻ, അല്ലെങ്കിൽ ചിലയിടത്തും ആ പുതിയാപ്പ തന്നെ നമ്മളാ കയറി ചെല്ലുന്ന ഗേറ്റിന്റെ അടുക്കല് രാവിലെ തന്നെ ഒരു വെളിച്ച ചിരി ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതാണ് സ്വിച്ചിട്ട് വെക്കുക രാഷ്ട്രീയക്കാരേക്ക്. എന്നിട്ട് ഇരിക്കി എന്നൊരു പറച്ചിലും പറയും, അല്ലെങ്കിൽ കയറിക്കോളി ഇരിക്കി എന്ന് പറയും. അത് ആര് വരുമ്പോഴും പറയും. അങ്ങനെ പറയുന്നതിന്റെ ഇടക്ക് നിങ്ങൾ നോക്കേണ്ടി മഹാനായ എം എ ഉസ്താദ് കയറി വന്ന് നോക്കിക്കോളി, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ്. അപ്പോ ഈ റെഡിമെയ്ഡ് സ്വിച്ചിട്ട് വെച്ച ആ ഇളിക്കുന്ന മാത്രമല്ല, ആ കല്യാണത്തിൽ കൂടിയ പ്രധാനപ്പെട്ട എല്ലാവരും ആ ഇരിക്കണോർത്തുന്നുണ്ട് ചോദിച്ചിട്ട് ഇരുന്നോളി, വരി ഇരിക്കി വരി, എല്ലാവരും പറയും. എല്ലാവരും വരി ഇരിക്കി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് ഒരിക്കലല്ലേ ഇരിക്കുള്ളൂ, അല്ലേ? മറ്റേ വന്നോലോടൊക്കെ കയറി ഇരുന്നോളി എന്ന് പറയുന്ന ഒരാൾ പറയുമ്പോ എല്ലാവരും ഇരിക്കുന്നോടത്തുനിന്ന് എഴുന്നിട്ട് വേഗം
ഉസ്താദിരിക്ക് താങ്കളാപ്പിരിക്ക്, ഒരു ബഹുമാനം എന്നതുപോലെ ഉസ്താദിനെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും പറയാ, ഇനി മന്ത്രിമാരാരെങ്കിലും ഒന്ന് നോട്ടിക്കോളി, നിങ്ങള് കുഞ്ഞാലി കുട്ടികൾക്ക് കയറി എന്ന് നോട്ടിക്കോളി. അയാൾ ഒരു വലിയ ആൾ തന്നെയല്ല ആ കൂട്ടത്തില്. മൂപ്പര് കയറിയാണെങ്കിൽ ആ പേരെയുള്ള എല്ലാവരും എഴുന്നേറ്റിട്ട് ഇരിക്കി സാറേ ഇരിക്കി എല്ലായിടത്തും ഇരിക്കുക. ഇയാളെ എവിടെയെങ്കിലും ഒരു തിരിയിൽ ഇരിക്കുള്ളൂ, അതത്രേ ഉള്ളൂ. പക്ഷെ ഇതെന്താണ് ഒരു ബഹുമാനം എന്നെ പറഞ്ഞതിന്റെ അർത്ഥം സ്വർഗത്തിലെ 8 വാതിലിൽ നിന്നിട്ടും അവനെ വിളിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടത്തെ VIP പരിഗണന ലഭിക്കും എന്നാണ്. അതെന്നെ ഞാൻ എന്റെ വക പറഞ്ഞതല്ല, മഹാന്മാരായ അയിമ്മത്ത് അതിനെ വിശദീകരിച്ച് 8 വാതിലിലും തുറക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ VIP ആയിരിക്കും. അവിടെ പ്രത്യേക പരിഗണന, എല്ലാ ഭാഗത്തുള്ള മലായികത്ത് ക്ഷണിക്കാൻ മാത്രം പ്രത്യേക പരിഗണന അവന് ലഭിക്കും എന്ന്. അതിനിപ്പോ ആകെ നമ്മൾ ഓർക്കേണ്ട എത്രയേ ഉള്ളൂ? വുദു എടുത്തു കഴിഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇനി ഒഴിവുള്ളവർക്ക് ചെല്ലാൻ ഇനിയും ഒരുപാട് ഹദീസുകളിൽ വന്നതുണ്ട്. അതിനാ പറയുന്നത് സാറ തുർമുദിയു. ഈ ഹദീസിന്റെ പുറമെ ഇമാം തുർമുദിന്റെ റിവായത്തിൽ ഇങ്ങനെയും കൂടി ഉണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതിന്റെ പുറമെ അല്ലാഹുമ്മ ജഅൽനി, അല്ലാഹുവേ എന്നെ നീ ആക്കേണമേ മിനത്ത് തവ്വാബീന, അധികമായി പശ്ചാത്താപിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ, വജഅൽനി എന്നെ നീ ആക്കേണമേ മിനൽ മുതത്വഹിരീൻ, അധികമായി നന്നായി ശുദ്ധി സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിലും എന്നുകൂടി കൂട്ടൽ സുന്നത്തുണ്ട് എന്ന് ഇമാം തുർമുദിയുടെ റിവായത്ത് കൊണ്ട് അങ്ങനെ സ്ഥിരപ്പെടും. ഇനി വറവൽ ഹാക്കിമു, മഹാനായ ഇമാം ഹാക്കിം റഹ്മഹുല്ലാഹ് റിവായത്ത് ചെയ്യുകയും വസഹഹു, ഹദീസിന്റെ സനദ് സഹീഹാണെന്ന് മഹാനായ ഇമാം ഹാക്കിം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൽ? മൻ തവല്ലഅ, ഒരു വ്യക്തി വുദു നിർവഹിച്ചു, സുമ്മ ഖാല, അനന്തരം അവൻ ചൊല്ലി, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് ചൊല്ലിയാൽ, സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ എല്ലാ പോരായ്മകളിൽ നിന്നിട്ടും കുറവ് കുറ്റങ്ങളിൽ നിന്നിട്ടും ഒഴിവായവനും എല്ലാ പരിപൂർണതയും ഒത്തുകൂടിയവനുമാണ് എന്ന് ഞാൻ ഇതാ വിശേഷിപ്പിക്കുന്നു, ഞാൻ സമ്മതിച്ചു പറയുന്നു. വബിഹംദിക, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, പടച്ചോനെ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. വഅതൂബു ഇലൈക, നിന്റെ പൊരുത്തം കൊള്ള ഞാൻ മടങ്ങി വരികയും ചെയ്യുന്നു എന്നൊരാൾ ചൊല്ലിയാൽ, വുദുവിന്റെ ശേഷം ചൊല്ലിയാൽ, കുതിബ, അതിനെ രേഖപ്പെടുത്തപ്പെടും, ഫീ റഖിൻ, ഒരു തൂലിൽ. റക്ക് എന്നതിന് പറയാൻ കാരണം പണ്ട് എഴുതൽ കട്ടില്ലാത്ത നേർമ തോലിലായിരുന്നു, അതുകൊണ്ട് തോലിന് റക്ക് എന്ന് പറയും. ഇപ്പൊ ഇനി കടലാസിൽ എന്ന് വെച്ചോളി, അന്ന് കടലാസില്ലാത്തോണ്ടായിരിക്കും തോലിൽ എന്ന് പറഞ്ഞത്. ഏതായാലും എഴുതുന്ന ഒരു കടലാസിൽ രേഖപ്പെടുത്തപ്പെടും. സുമ്മ തുബിയ ബിത്വാബിൻ, പിന്നെ ഒരു സീൽ കൊണ്ട് അതിനെ സീൽ ചെയ്യപ്പെടും. ഫലം യുക്സർ, ഇനി ആ സീല് പൊട്ടിക്കപ്പെടുകയില്ല, ഇലാ യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാൾ വരെയും എന്ന് ഇമാം ഹാക്കിം റഹ്മഹുല്ലാഹ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി കൂട്ടിയാൽ എന്താവും? ഇപ്പൊ 3 റിവായത്ത്. ഇമാം മുസ്ലിമിന്റെ റിവായത്ത് 2 ഷഹാദത്ത് കലിമ, ഇമാം തുർമുദിന്റെ റിവായത്തില് 2 അല്ലാഹു ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ. മറ്റേത് ഇമാം ഹാക്കിമിന്റെ റിവായത്താണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇത് 3 കൂട്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. നല്ലതാണ്. അതിന് ഒഴിവില്ലാത്ത സാഹചര്യത്തിലോ തിരക്കുള്ള സമയത്തോ ഒക്കെ ആണെങ്കിൽ ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുള്ള അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതെങ്കിലും പതിവാക്കണം. ഇത് എഴുതിയിട്ട് സീൽ വെക്കപ്പെടും, പിന്നെ ഖിയാമത്ത് നാൾ വരെ അത് പൊളിക്കപ്പെടൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഐലം യതതറഖ ഇലൈഹി, ഈ എഴുതപ്പെട്ട ഈ പുണ്യകർമ്മത്തിലേക്ക് വന്നു ചേരൂല ഇബ്താലുൻ, അതിന്റെ പ്രതിഫലത്തെ ബാത്തിലാക്കി കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യവും എന്ന്. ഏതുവരെ കമാസഹ, അങ്ങനെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, ഏതുവരെ ഹത്താ യറാ സവാബുൽ അളീമ, മഹത്തായ ആ പുണ്യകർമ്മത്തിന്റെ പ്രതിഫലം അവൻ നേരിട്ട് കണ്ടനുഭവിക്കുന്നത് വരെ
അതിനെ ബാത്തിലാക്കി കളയുന്ന ഒന്നും അതിലേക്ക് ചെന്നു ചേരില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞ എന്താ? അപ്പൊ ചിലരുണ്ടല്ലോ, ഒരാളെ റീബത്ത് എറിഞ്ഞ് കുറെ കൂലി ഓനെ കൊടുത്തു, ഒരാളെ നമീമത്ത് എറിഞ്ഞ് കുറച്ച് കൂലി ഓനെ കൊടുത്ത്, ഒരാളെ അടിച്ചു അതിന്റെ കൂലി കൊടുത്ത്, വേറൊരാളെ വഴക്ക് പറഞ്ഞു അതിന്റെ കൂലി കൊടുത്ത്, കുറെ ആളെ ദുൽമ ചെയ്തു അതിന്റെ കൂലി കൊടുത്ത്, അത് പ്രതിപ്പെടൂലേ? അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതായത് അതുകൊണ്ടൊന്നും കൂലി ബാത്തിലാവൂല, അതുകൊണ്ടൊന്നും കൂലി ബാത്തിലാവൂല. കൂലി സ്ഥിരപ്പെട്ടിട്ട് അവനവൻ അനുഭവിക്കേണ്ടത് അവനവന്റെ ദുശ്ചര്യ കാരണം മറ്റുള്ളവർ അനുഭവിക്കാൻ ഇടവരുന്നേ അപ്പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ടൊന്ന് കൂലി ബാത്തിലാകാൻ മുർത്തദായി മരിച്ചു പോകാതെ. ലോകത്ത് എത്ര തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്തവനാണെങ്കിലും മരിക്കണതിന് മുമ്പ് ഈമാനില്ലാതെ കാഫിറായി മരിച്ചു പോയാൽ എല്ലാവരും ബാത്തിലായി. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്തായി? മോമിനായി മരിക്കും, ഈമാൻ കിട്ടി മരിക്കും എന്നതിന്റെ ലക്ഷണമാണ്. എന്തൊരു വലിയ കാര്യമായി. അതിനിപ്പോ ആകെ പറയേണ്ടുള്ളൂ, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് വുദൂഇന്റെ ശേഷം ഒരു മനുഷ്യൻ പതിവായി ചൊല്ലുന്നുണ്ടെങ്കിൽ അവൻ മുർത്തദായി കാഫിറായി മരിക്കാൻ ഇടവരൂല, ഈമാൻ സലാമത്തായി മോമിനായി മരിക്കും എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈമാൻ കിട്ടി മരിക്കാൻ ഇടവരും. അൽഹംദുലില്ലാഹ്. അത് പതിവാക്കിയാലേ ആദ്യം പറഞ്ഞ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന രണ്ട് ഷഹാദത്ത് കലിമ പതിവാക്കിയാൽ എന്താവും? ആ ഷഹാദത്ത് കലിമ പതിവാക്കിയവര് സ്വർഗത്തിൽ VIP പരിഗണന കിട്ടും. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക തുടങ്ങിയത് പതിവാക്കിയാൽ ഈമാൻ കിട്ടി മരിക്കും, കാഫിറായി ചത്തുപോകാൻ ഇടവരൂല. ഒരു മോമിനായ മനുഷ്യൻ ലക്ഷ്യം വെക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഒന്ന് ഈമാൻ സലാമത്തായി മരിക്കലും സ്വർഗത്തിൽ മഹത്തായ സ്ഥാനം ലഭിക്കലും. ആ രണ്ടും കിട്ടാൻ ഈ ദിക്ർ പതിവാക്കിയാൽ മതി എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. സുമ്മ യുസല്ലി വയുസല്ലിമു. ആ ദുആക്ക് ശേഷം സ്വലാത്തും സലാമും ചൊല്ലണം അലാ സയ്യിദിനാ മുഹമ്മദിൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും, വആലി സയ്യിദിനാ മുഹമ്മദിൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും. അങ്ങനെ സ്വലാത്ത്, ഏത് സ്വലാത്തോ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്തുമാവാം. എന്താന്ന് വെച്ചാല് ദുആ ശീലിച്ചില് സ്വലാത്ത് വേണ്ട, എന്നാലേ അതാണ് പോവുള്ളൂ. ദുആ ഇല്ലാതെ എന്നാലേ നമ്മള് മേപ്പെട്ട് പല ഉപഗ്രഹങ്ങളും അയക്കും. അതിന് പോണേ കൂട്ടത്തിൽ ഇതിനെ കൊണ്ടുപോകുന്ന റോക്കറ്റ് ഉണ്ടല്ലോ, റോക്കറ്റ് ചീറ്റിപ്പോയാൽ പിന്നെ ഉപഗ്രഹം മേപ്പെട്ട് പോകില്ല. എന്നാ ഒരിക്കലും ചീറ്റിപ്പോകാത്ത ഏറ്റവും നല്ല റോക്കറ്റാണ് ഈ സ്വലാത്ത്. സ്വലാത്ത് ലാസ്റ്റാണ് വെച്ചു കൊടുത്താൽ അങ്ങോട്ട് പോകും ഒരു പോക്ക്, അള്ളാഹുവിന്റെ അർശ് വരെ എത്തും. അപ്പൊ സ്വലാത്തും സലാമും കൊണ്ട് അവസാനിപ്പിക്കാം. അത് മാത്രമല്ല, അതിന്റെ പുറമെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഓതണം സുന്നത്തുണ്ട് സലാസം 3 വട്ടം. കദാലിക ഇങ്ങനെ തന്നെ ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട്, പക്ഷേ ബിലാ റഫ്ഇയത്തിന് അവിടെ കൈ ഉയർത്തേണ്ടതില്ല. ദുആ കഴിഞ്ഞാൽ കൈ താഴ്ത്ത ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് എന്താക്കുക? സുമ്മല്ല വയക്കുറവുള്ളൂ, സുമ്മല്ല മനസ്സിലായി. സുമ്മ യുസല്ലിയാണ് അവിടെ ഉണ്ട്, സുമ്മ സലാത്തിനാണ് കൊടുത്തത്. അതേ സമയത്ത് ഖിറാഅത്തിനെ പറഞ്ഞോട് സുമ്മല്ല. അവിടെ പക്ഷെ എന്ത് വേണ്ട? കൈ ഉയർത്തണ്ട, എന്നാൽ ഖിബിലക്ക് മുന്നിട്ട് കൊണ്ടുപോകൽ സുന്നത്തുണ്ട്. അവിടെയൊക്കെ ഖിബിലക്ക് മുന്നിട്ട് ഓതാൻ കയ്യൊങ്കി ചെയ്താൽ മതി, അതായത് ഓതാൻ വെക്കണ്ട. ഖിബിലക്ക് മുന്നിൽ ഇപ്പൊ ഒരാൾ വേഗം ജമാഅത്ത് തുടങ്ങാനായിരുന്നു, അപ്പൊ അവിടെ നിന്ന് ദുആവും ഇന്നാൻസെല്ലാം ഓതലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പോകുമ്പോൾ ജമാഅത്ത് കുറയാൻ പോകും. അത് വേണ്ട, ഞങ്ങൾ നടന്നുകൊണ്ട് എഴുതിക്കോളി, എന്നാലും ഓദ്യ സുന്നത്ത് കിട്ടൂന്ന്. അതാ. ഇനി ഓരോ പ്രത്യേക അവയവങ്ങൾക്കുമുള്ള പ്രത്യേക ദുആ അൽ മശൂരി കിതാബുകളിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തുടങ്ങി ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് വലിയൊരു ഭാഗം ഇമാമിയങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാഫി മദ്ഹബിൽ ഉൾപ്പെടെ അത് വളരെ പ്രസിദ്ധം തന്നെ. അങ്ങനെയുള്ള പ്രസിദ്ധമായ ഓരോ അവയവങ്ങളുടെയും പ്രത്യേക ദുആ ഫലാ അസുല ലഹു യുഅ്തദു ബിഹി, പരിഗണിക്കപ്പെടാൻ പറ്റുന്ന തെളിവതിനില്ല. ഫലാസുൽ ലഹു എന്നതിന് തെളിവില്ല, തീരെ തെളിവൊന്നുമില്ലാതല്ല. യുഅ്തദു ബിഹി എണ്ണപ്പെടുന്ന, പരിഗണിക്കപ്പെടുന്ന പറഞ്ഞാൽ
സഹീഹോ ഹസനോ ആയ ഹദീസ് വേണം. എന്നാ പിന്നെ ഫളായില്ലമാരിൽ ലൈഫായ ഹദീസ് പറ്റുമല്ലോ, അതേ പറ്റും. പക്ഷെ അതിനും എന്ത് വേണം? ശദീദ് ളൈഫോ മൗദൂഅോ ആവരുത്. മൗദൂഅായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ ശദീദ് ളൈഫ് ബലഹീനതന്റെ പല ദർജയാണ്. ഈ റാവിയെ സംബന്ധിച്ച് പുള്ളു സ്ഥിരപ്പെടുകയോ പുള്ളു പറയാൻ സാധ്യതയുണ്ടെന്നുള്ള തുഹമത്തുണ്ടാവുകയോ ചെയ്താൽ അത് ശദീദ് ളൈഫാണ്. ഈ ശദീദ് ളൈഫ് ആയ ഹദീസ് അല്ലാതെ അല്ലെങ്കിൽ മൗദൂഅായ ഹദീസ് അല്ലാതെ അതിന് സ്വീകാര്യമായ അടിസ്ഥാനങ്ങളൊന്നുമില്ല. ഫലിദാലിക ഹദഫ്തുഹു, ഇങ്ങനെ എണ്ണപ്പെടുന്ന രേഖകളില്ലാത്തത് കൊണ്ടാണ് ഓരോ പ്രത്യേക അവയവങ്ങൾക്കുമുള്ള പ്രത്യേക പ്രത്യേക ദുആ ഞാൻ പറയാതെ വിട്ടേച്ചത്. തബഅല്ലി ശൈഖിൽ മദ്ഹബി അന്നബവി റളിയല്ലാഹു തആല അൻഹു, ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ ഗുരുവര്യരായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പിന്തുടർന്നുകൊണ്ട്, അതായത് ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ ദുആകളൊക്കെ പറഞ്ഞാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിട്ടേക്കാണ്. എന്നതുപോലെ ശൈഖുനാ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അത് വിട്ടേക്കാണ്. അതുകൊണ്ട് ഞാനും വിടുന്നു. എന്നാൽ റാഫി ഇമാമ പറഞ്ഞതുപോലെ മഹാനായ ഇമാം റംലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലിയ റംലി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോ സുന്നത്തുണ്ട് എന്നുള്ള പ്രത്യേക സുന്നത്തുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യാൻ പറ്റൂല. എന്നാ അതേ സമയത്ത് അള്ളാനോട് ദ്വാരക്കുക എന്നുള്ള ആൾക്കാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഇനി അതിന്റെ പുറമെ അതങ്ങനെ കഴിഞ്ഞു. ഓരോ അവയവത്തിനും പ്രത്യേകമുള്ളതില്ല. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, അത് മുഅ്തമദല്ല. എന്ത് യുസ്തഹബ്ബു സുന്നത്താക്കപ്പെടും അയ്യഖൂല ചൊല്ലല് ഇന്ദ കുല്ലി ഉദുവിൻ, എല്ലാ അവയവങ്ങളും കഴുകുന്ന അവസരത്തിലൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. പ്രത്യേകം ഓരോ അവയവത്തിനും വേറെ വേറെയുള്ളത് അല്ല, മൊത്തത്തിൽ ഈ രണ്ട് ഷഹാദത്ത് കലിമ ആവർത്തിച്ചു ചൊല്ലൽ സുന്നത്തുണ്ട് എന്നൊരു ഖൗലുണ്ട്. അതെന്താ കാരണം? ഖബരിൽ റവാഹുൽ മുസ്തഗ്ഫിരിയു, മഹാനായ ഇമാം മുസ്തഗ്ഫിരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് റിവായത്ത് ചെയ്യുക മാത്രമല്ല, വഖാല ഇമാം മുസ്തഗ്ഫിരി തങ്ങൾ ആ ഹദീസിനെ പറ്റി പറഞ്ഞത് ഹസനുൻ ഗരീബുൻ എന്നാണ്. ഹസനുൻ ഗരീബ് ആയ ഒരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ശദീദ് ളൈഫല്ല എന്നുറച്ചു. അതനുസരിച്ച് അമൽ ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദിക്ർ എല്ലാ അവയവങ്ങളും കഴുകുന്ന സമയത്ത് പറയാം എന്ന്. ഫായിദ വരെയാണ് പോലെ കുറച്ചുകൂടി വശുർബുഹു മിൻ ഫളി വദൂഇഹി, തന്റെ വുദൂഇൽ നിന്ന് ശേഷിച്ച വെള്ളത്തിന്റെ ഫള് കുടിക്കലും സുന്നത്താണ്. ചേർക്കാം. വശുർബുഹു, വുദൂ ചെയ്യുന്ന വ്യക്തി കുടിക്കൽ സുന്നത്താണ്. എന്തെന്ന്? മിൻ ഫളി വദൂഇഹി, തന്റെ വുദൂഇന് വേണ്ടി എടുത്ത വെള്ളത്തിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുടിക്കൽ സുന്നത്താണ്. പള്ളിക്കൽ വലിയൊരു ഹൗദ് വെച്ചിന്ന്, ആ ഹൗദൊന്ന് വുദൂ എടുക്കുമ്പോ എന്തായാലും ഹൗദിൽ ബാക്കി ഉണ്ടാവുമല്ലോ വെള്ളം, അതൊക്കെ വേറെ കോരി കുടിച്ച് പള്ളർക്കണ്ട. മനസ്സിലായില്ലേ? അത് അവന്റെ വുദൂഇന്റെ ഫൗലല്ല, അത് മൊത്തം മുസബ്ബലായ വെള്ള. മുസബ്ബലായ വുദൂ എടുക്കാൻ മുസബ്ബലായ വെള്ളത്തിന്ന് സുന്നത്തെടുക്കാൻ വേണ്ടിയിട്ട് കുടിച്ചാല് പണ്ട് മാമ പറഞ്ഞേക്കാവും. മാമ നല്ല ചൂട് കാലത്ത് നോൽമ്പ് പറ്റിയിട്ട് പെരുന്നാളിന്റെ അന്ന് പറയാ, ഭർത്താനം പറഞ്ഞ കൂട്ടത്തിലാവുന്റെ മക്കളെ, വുദൂന്റെ മിഞ്ചാരമായ വെള്ളം കുടിക്കൽ സുന്നത്താണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇക്കൊല്ലത്തിന്റെ വുദൂന്നും നോൻപൊന്നും പൂർത്തിയാവൂല ഇനിന്ന്. അപ്പൊ മാമ എന്താ വെച്ചാല് ഉച്ചയാകുമ്പോത്തിന് നല്ല ചൂടും ദാഹോയിക്കാരെ, അപ്പം കിണ്ടി നിറച്ച് വെള്ളം എടുക്കും. വെള്ളം എടുത്തിട്ട് കുറെ ചോറ് കൊടുക്കും, ബാക്കിയുള്ളതൊക്കെ വെള്ളം കുടിച്ചും. അപ്പൊ ദൂറിന്റെയും അസറിന്റെയും കിണ്ടി പൗതി വെള്ളമുള്ളതാണ് കുടിച്ചാല് പിന്നെ നോൻപ് കണ്ട് കരകിടക്കാതൊക്കെ ഉണ്ടല്ലോ എന്ന കോലത്തിലാവും. അപ്പൊ നോൻപ് മുറിയിലെ മാമയെ ആക്കി വയ്ക്കണ്ട, മിഞ്ചാരമായ വെള്ളം കുടിക്കൽ മുത്തുനബിന്റെ സുന്നത്തല്ലേ എന്നേ മാമ നോക്കിയിട്ടുള്ളൂ. എന്നതുപോലെ
മിഞ്ചാരമായ വെള്ളം കുടിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ് പള്ളിക്കല ഹൗലത്തെ വെള്ളം കുടിക്കാൻ നിന്നാല് വുളു എടുക്കാൻ വേണ്ടിയിട്ട് മുസബ്ബലായ വെള്ളത്തിൽ നിന്ന് കുടിക്കൽ ഹറാമാണ് എന്ന് പറയുമ്പം തലമണ്ടക്ക് അടിയാ കിട്ടുക, സുന്നത്തിന്റെ കൂലിയല്ല. അപ്പൊ അവൻ സ്വന്തം വെള്ളം മുബാഹായ വെള്ളം ശേഖരിച്ച് ഒരു പാത്രത്തിൽ നിന്ന് വുളു ചെയ്യുകയാണെങ്കിൽ ആ വുളു ചെയ്ത് ബാക്കി വന്ന വെള്ളത്തിൽ നിന്ന് തബറുക്കിന് വേണ്ടി, ഇബാദത്തിന്റെ അസർ ബാക്കി വന്ന വെള്ളം എന്നതിനക്ക് തബറുക്കിന് വേണ്ടി കുടിക്കൽ സുന്നത്താണ്. മുസബ്ബൽ വുളുക്ക മുസബ്ബലായ വെള്ളത്തിൽ നിങ്ങൾ മിഞ്ചാരമായ വെള്ളം പറഞ്ഞ് കുടിക്കാൻ പോണ്ടാന്ന്. ലിഖബരിൻ ഒരു ഹദീസിൽ അങ്ങനെ ഉണ്ട്. എന്താണ്? ഇന്ന ഫീഹി ശിഫാഅൻ മിൻ കുല്ലി ദാഇൻ, വുളു എടുത്ത വെള്ളത്തിന്റെ ശിഷ്ടവെള്ളത്തിൽ നിന്ന് കുടിച്ചാൽ എല്ലാ രോഗത്തിനും ശമനം അതിൽ ഉണ്ട് എന്ന ഹദീസുണ്ട്. ആ അടിസ്ഥാനത്തിൽ വുളു എടുക്കാൻ വേണ്ടി മുബാഹായ വെള്ളം ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശേഖരിച്ച വെള്ളത്തിൽ നിന്ന് വുളു എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് കുടിക്കുന്നത് സുന്നത്താണ്. മാത്രമല്ല അന്നേരം പറഞ്ഞ മസല വയുസന്നു സുന്നത്താക്കപ്പെടും റഷു ഇസാരിഹി, ഉടിതുണിയിൽ കൊടയൽ, ബിഹി ഈ ബാക്കി വന്ന വെള്ളം കൊണ്ട് വുളു എടുത്ത ബാക്കി വെള്ളത്തിൽ നിന്നൊക്കെ അല്പം വെള്ളമെടുത്തിട്ട് അരയുടുപ്പിൽ അഥവാ തുണിയിൽ ഒന്ന് കൊടയ, അത് സുന്നത്താണ് നാം മൊത്തം പറയാ. പക്ഷേ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അതിനോട് ഒരു കൈത് കൊടുക്കുക. ഈ വസ്ത്രത്തെ അഴുക്കാക്കുന്ന വല്ലതും ആയിട്ടുണ്ടോ എന്ന് തോന്നൽ വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ തോന്നലുള്ള സാഹചര്യത്തിൽ സുന്നത്തുള്ളൂ എന്ന് കമസ്തലഹു ഷെയ്ഖുന, അപ്പോഴേ സുന്നത്തുള്ളൂ എന്ന് വയറാണെന്നാണ് ഷെയ്ഖുന പറയുന്നത്. അതൊരു മൂപ്പര് ഒഴിഞ്ഞ പറച്ചിലാണത്. വാലൈഹി അപ്പോ ഇങ്ങനെ വാഹിറാണെന്ന് വന്ന് അതാണ് മാറ്റമെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വസ്ത്രത്തെ അഴുക്കാകുന്നത് വല്ലതും ഉണ്ടോ എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. വുളു എടുത്ത ബാക്കി വെള്ളത്തിൽ നിന്ന് അരയുടുപ്പിൽ കുടഞ്ഞത് ഈ പറഞ്ഞ അഴുക്കുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതാണ്. അതൊരു വയന്ന വ്യാഖ്യാനാട്ടോ. കാരണം എന്താന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബൂവത്തിന്റെ തുടക്കത്തിൽ ഇഖ്റ ഓതിക്കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഹിറാ പർവ്വതത്തിന്റെ താഴെ ഇറങ്ങി. താഴെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചിറകുകൊണ്ട് അടിക്കുകയും വെള്ളം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ പ്രത്യക്ഷപ്പെട്ട വെള്ളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വുദൂ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം താൻ വുദൂ ചെയ്ത് കാണിച്ചു കൊടുത്തതുപോലെ വുദൂ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വുദൂ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു കോരൽ വെള്ളമെടുത്ത് തന്റെ അരയുടുപ്പിൽ കുടഞ്ഞു. വുദൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോരൽ വെള്ളമെടുത്തുകൊണ്ട് തന്റെ അരയുടുപ്പിൽ കുടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഇത് വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമായി 2 റക്അത്ത് നിസ്കരിക്കുകയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തു. ഇത് നുബൂവത്തിന്റെ തുടക്കത്തെ പറ്റി പറയുന്ന എല്ലാ ഹദീസ് കിതാബുകളിലും പ്രസിദ്ധമായ സംഭവമാണ്. അപ്പൊ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം കുടഞ്ഞത് അഴുക്ക് പറ്റാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതും, ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം അല്പം വെള്ളം എടുത്തുകൊണ്ട് അരയുടുപ്പിൽ കുടയാൻ കൽപ്പിച്ചത് അഴുക്കുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണെന്ന് വെക്കുന്നത് വളരെ ബഈദായ ഒരു ഇഹ്തിമാല് മാത്രമേ ഉള്ളൂ. വറക്കാത്താനി ബഅദൽ വുദൂഇ, വുദൂ കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കലും സുന്നത്താക്കപ്പെടും. ബഅദൽ വുദൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഐ ബിഹൈസു തുൻസബാനി ഇലൈഹി, ആ 2 റക്അത്ത് നിസ്കാരത്തെ വുദൂ കൊള്ള ചേർക്കപ്പെടുന്ന നിലക്ക് ഉറുഫിൽ, അവിടെ നേരത്തെ പറഞ്ഞേക്ക് സമയം ഉറുഫ് കൊണ്ടാണ് കണക്കാക്കുന്നത്. ആ വുദൂ എടുത്താൽ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റുന്ന നിലക്ക് അധികം ഇടണ്ട്. അതായത് ഫൂത്താനി, അപ്പൊ ഈ വുദൂവിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നഷ്ടപ്പെടും. ബിത്തൂലിൽ ഫസ്ലി, ഇടവേള ദീർഘിച്ചാൽ ഉറുഫൻ, ദീർഘിച്ചു എന്നതും ദീർഘിച്ചിട്ടില്ല എന്നതും രണ്ടും ഉറുഫ് നാട്ടു മര്യാദ നാട്ടു നടപ്പനുസരിച്ച് പരിഗണിക്കേണ്ടതാണ് എന്നാണ് അൽ-ഔജുഹി. അതാണ് പ്രബലമായ അഭിപ്രായം. നാട്ടു നടപ്പാണ് തീരുമാനിക്കേണ്ടത്. എന്റെ ഭാവിയും ചില ഇമാമിങ്ങൾ പറയുന്നത് ബിൽ ഇറാബി, മനസ്സുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരം വേണ്ടാന്ന് കരുതിയാൽ കഴിഞ്ഞു.
മനസ്സുകൊണ്ട് വേണ്ടാതെ കരുതാത്തോടത്തോളം കുറച്ച് സമയം നീണ്ട് എന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന്. ഭാഗവും ജഫാഫിലായി ഉദു എടുത്ത അവയവത്തിലെ വെള്ളം ഉണങ്ങിയാൽ ആ സമയം സുന്നത്ത് പോയി, ഉണങ്ങുന്നത് വരെ നിസ്കരിക്കാമെന്ന് മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട്. വക്കീല ബിൽ ഹദസി പറയാൻ തുടങ്ങിയാ പിന്നെ എല്ലാം പറയല്ലോ. ചെലൂല് കരുതി എന്താണ് ഉദു മുറിയുന്നതിന്റെ അടുക്ക് എപ്പോ നിസ്കരിച്ചാന്ന്. അപ്പൊ രാവിലെ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ് രാവിലെ ഒരു 7 മണിക്ക് ഉദു എടുത്തതാ. അങ്ങനെ പോയി 12 മണി വരെ ഉദു മുറിഞ്ഞിട്ടില്ല. എന്നാ 12 മണിക്ക് ഉദുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാന്നാണ് അവസാനം പറഞ്ഞ ഖീല. അതൊന്നും മുഅ്തമദല്ല. മുഅ്തമദ് ആദ്യം പറഞ്ഞതാ റൂഫൻ, ഈ 2 റക്അത്ത് ഉദുവിന്റെ ഉടനെയാണ് എന്ന് പറയാൻ പറ്റുന്ന സമയത്തിന്റെ ഉള്ളിൽ നിസ്കരിക്കണം. അത് സമയം നീണ്ടു എന്ന് ഉറുഫൻ പറയപ്പെടുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സുന്നത്തായി എണ്ണപ്പെടുകയും ഇല്ല. അപ്പൊ പിന്നെ നിസ്കരിക്കുമ്പോൾ സുന്നത്തായിട്ട് ഓതണം ഫീ ഊലാ റക്അത്തൈഹി, വുദൂഇന്റെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 1-ാം റക്അത്തിൽ ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹയ്ക്ക് ശേഷം. ഫാത്തിഹയ്ക്ക് ശേഷം തന്നെ ഖുൽ യാ അയ്യുൽ കാഫിറൂനയും സുന്നത്തുണ്ട്. അപ്പൊ ഫാത്തിഹയും ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഓതുക. അതിന്റെ പുറമെ സൂറത്തുൻ നിസാ വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്നതുവരെ ഓതുക. 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും ചെയ്യുക. വഫി സാനിയത്തി 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അതിന്റെ പുറമെ മൻ യഅമൽ സുഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജിദില്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് ഓതുക. അവിടെ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം ചൊല്ലുക. അതൊക്കെ സുന്നത്താണ്. കഴിഞ്ഞു. ഇനി വുദു ഹറാമാവുന്ന ഒരു ഫായിദയും പിന്നെ ബാക്കി 1-2 കാര്യങ്ങളും താമൊക്കെ അവിടെ നിൽക്കട്ടെ. തന്നെ സമയം കുറച്ച് നീണ്ടുപോയിണം. മതി. ഇൻഷാ അല്ലാഹ്.